ജെന്നിന്റെ വീട്ടില് മാത്രം വലിയ ടിവി ഉണ്ട്. നമ്മുടെ വീട്ടില് ടിവി ഇല്ല. ജെന്നിന്റെ ടിവിയില് ടോള ബുജ്ജി, ടോമ, മോട്ടു പത്ലു എല്ലാമേ വരും. ഒന്നിക്ക് ടിവി ഇല്ല, ഒന്നിക്കും ടിവി വേണം. അപ്പൊ ടോള ബുജ്ജി, മോട്ടു പത്ലു, ടോമ എല്ലാം വരും. പക്ഷെ ഒന്നിക്ക് ടിവിയേ ഇല്ല. എന്ത് ചെയ്യും? ഒന്നിക്ക് ടിവി വേണം. അമ്മോ, എന്താടാ അമ്മോ അവിടെ ഉണ്ണിക്കുട്ടി കിളിക്കയും വെച്ച് കളിച്ചോണ്ടിരിക്കണോ? നീ അവന്റെ കൂടെയും കളിക്കാണ്ട് അമ്മ തന്ന പാലും കുടിച്ചിട്ടില്ല. എന്തിനാ ഇങ്ങനെ മുഖമൊക്കെ വാടിപ്പോയി സങ്കടത്തോടെ ഇരിക്കണ്? എന്തു പറ്റി? അമ്മ ഉണ്ണിനെ ചീത്ത പറഞ്ഞോ? പിന്നെന്താടാ അമ്മോ, എന്താ സങ്കടത്തിലിരിക്കണ്? സ്കൂളിലെ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞോ? പിന്നെന്താടാ? പിന്നെന്താ പാലും കുടിക്കാതെ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കണ്? ജെനിയോ? അതാര്? കാർലോ? ഓ, നമ്മുടെ ഹൗസ് ഓണറിന്റെ മകളിനെ ആയിരിക്കും അവള് ജെനി എന്ന് പറയണ്. ആരാടാ? നമ്മുടെ വീട്ടിന്റെ അപ്പുറത്ത് വലിയ വീടില്ലേ, അതിലുള്ള കുട്ടീനെയാണോ നീ പറയണേ? ആ, അവിടെ എന്തിനാ നീയും അമ്മയും പോയത്? അമ്മയോ? ഐഷു എന്തിനാ അവന്റെ വീട്ടിൽ ഇന്ന് പോയത്? അതല്ലേ ഇന്നലെ പോയി വാടക അഡ്വാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് വന്നത്. പിന്നെന്തിനാ അവള് ഇന്ന് അവിടെ പോയത്? ആ ശരി, നീയും അമ്മയും അവിടെ പോയി. അതിനെന്തിനാ നീ സങ്കടത്തിലിരിക്കണ? ടിവിയോ? ഷോബിൾ അവിടെ ടി വി കണ്ടിട്ട് വന്ന് ടി വി വേണമെന്ന് ചോദിക്കണല്ലോ. അല്ലെങ്കിലേ കയ്യിൽ പൈസ ഇല്ല. ഇനി അഡ്വാൻസ് 20,000 കൊടുക്കാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഈ അവസ്ഥയിൽ ടി വി ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. പാവം റിയ കുട്ടി ടി വി വേണമെന്ന് പറയണു. ഇപ്പൊ എന്താ ചെയ്യാ? എടാ അമ്മൂസേ, നാളെയൊന്നും ടി വി വാങ്ങിക്കാൻ പറ്റില്ലടാ. അമ്മൂസിന് ടി വി അല്ലേ വേണ്ടത്? അച്ഛൻ വാങ്ങിച്ചു തരാ. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അച്ഛൻ വാങ്ങിച്ചു തരാട്ടോ. 2 ദിവസമല്ലടാ, കുറച്ച് ദിവസം എന്നും പറഞ്ഞാ ഒരാഴ്ച 10 ദിവസമൊക്കെ കഴിയട്ടെ, പിന്നെ അച്ഛൻ വാങ്ങിച്ചു തരാട്ടോ. അമ്മൂസ് എന്തിനാ ഇപ്പൊ ഡോറ ബുജ്ജി കാണണമെന്ന് പറയണ്? ഇത്ര ദിവസം അമ്മ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് എപ്പോഴും അമ്മൂസിന് ബോറടിച്ചാ ഉണ്ണിക്കുട്ടിന്റെ കൂടെയല്ലേ കളിക്കുക. പിന്നെ അതുമല്ലാതെ ഇവിടെ നോക്ക് അമ്മൂസേ, നിനക്ക് കളിക്കാൻ ഉണ്ണിക്കുട്ടിയുണ്ട്, അതുപോലെ ജെനിക്ക് ഉണ്ണിക്കുട്ടിയുണ്ടോ? ആ, ജെനിന്റെ വീട്ടില് എന്ത് തന്നെ ടി വി ഉണ്ടെങ്കിലും ഡോറ ബുജി ഉണ്ടെങ്കിലും ടോം ഉണ്ടെങ്കിലും ഇതുപോലെ കളിക്കാൻ ഉണ്ണിക്കുട്ടി അവൾക്കില്ലല്ലോ. അത് തന്നെയാണ് അമ്മോ, എല്ലാവർക്കും എല്ലാതും കിട്ടില്ല. മറ്റുള്ളവരുടെ ഉള്ളത് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവരുടെ കയ്യിലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിലുള്ളത് നോക്കി നമുക്കത് കിട്ടിയില്ല എന്ന് വിഷമിക്കാതെ, നമ്മുടെ കയ്യിലുള്ളത് കിട്ടാത്ത കുറെ പേരുണ്ടാവുമല്ലോ, അവരിനെയൊക്കെ ആലോചിച്ച് നമുക്ക് ദൈവം ഇതെങ്കിലും തന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷപ്പെടണം. ടി വി ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം, പക്ഷേ ഇതുപോലെ കളിക്കാൻ ഒരു ഉണ്ണിക്കുട്ടി ഇല്ലാതെ എത്ര പേര് സങ്കടപ്പെടും.
പക്ഷേ അമ്മൂസിനോ ഇതുപോലെ കളിക്കാൻ ഒരു ഉണ്ണിക്കുട്ടി ഉണ്ടല്ലോ. അതെ അച്ഛാ. അപ്പൊ അമ്മൂസ് എന്ത് ചെയ്യണം? ഉണ്ണിക്കുട്ടിന്റെ കൂടെ ജോളിയായിട്ട് കളിക്കണം. ഉണ്ണിക്കുട്ടിന്റെ കൂടെ കളിക്കുമ്പോ പിന്നെന്തിനാ TV? അതിനൊന്നും പറഞ്ഞ അച്ഛൻ TV വാങ്ങിച്ചു തരില്ല എന്ന് പറയല്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛൻ TV വാങ്ങിച്ചു തരാം. പക്ഷെ TV വാങ്ങിച്ചു തരുന്നവരെ അമ്മൂസ് ഉണ്ണിക്കുട്ടിന്റെ കൂടെ കളിക്കണം കേട്ടോ. എന്താടാ, ഇനി TV വേണമെന്ന് പറഞ്ഞ് സങ്കടപ്പെടാതെ ഉണ്ണിക്കുട്ടിന്റെ കൂടെ കളിക്കോ? ശരി അച്ഛാ. ആ, ഇതാണ് അച്ഛന്റെ അമ്മൂസ്. ശരി, നീ ഉണ്ണിക്കുട്ടിന്റെ കൂടെ കളിക്ക്, അച്ഛൻ തപ്പ വരാം. ശരി. എടാ അപ്പൂസേ, കിലുക്കിയും കൊണ്ട് കളിക്കാനോ? നിക്കട്ടോ, ചേച്ചി പാല് കുടിച്ചിട്ട് വന്നിട്ട് നിനക്ക് കിലുക്കാട്ടി തരാം. എനിക്ക് TV മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മൂസിന്റെ അടുത്തുള്ള പോലെ കുഞ്ഞു അനിയനില്ല. അമ്മൂസിന് ജെനിനെ പോലെ ഡോഡാ പൂച്ചി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അമ്മൂസിന് കളിക്കാൻ കുഞ്ഞു അനിയനുണ്ട്. ഐഷുമോളെ, നീ എന്തിനാണ് ഈ ഔസോണന്റെ വീട്ടിൽ പോയി പാത്രങ്ങളൊക്കെ കഴുകി കൊടുത്തത്? അല്ല ചേച്ചി, അത് ഞാന് വീട്ടിന്റെ അഡ്വാൻസിന്റെ കാര്യം കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ ആ ചേച്ചിയാണ് പാത്രങ്ങളൊക്കെ കുറെ കഴുകാനുണ്ട്, ഒന്ന് വന്ന് കഴുകിത്താന്ന് ചോദിച്ചത്. ചോദിച്ചാ നീ എന്തിനാ കഴുകി കൊടുത്തത്? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയായിരുന്നില്ലേ? അല്ല, എങ്ങനെയാ ചേച്ചി പറ്റില്ല എന്ന് പറയണേ? അവരുടെ വീട്ടിലാണ് നമ്മ വാടകയ്ക്ക് ഇരിക്കണേ. നമ്മ പറ്റില്ലെന്നും പറഞ്ഞാ പിന്നെ ആ ദേഷ്യത്തില് വീട് കാലി ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് എങ്ങനെ അങ്ങനെ പറയും? വീട്ടിൽ വാടകയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എന്നാ അവര് പറയണതൊക്കെ കേൾക്കണമെന്നുണ്ടോ? അങ്ങനെയൊക്കെ അവർ പറയണ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ മോളെ നീ അവര് പറയണമെന്നും പറഞ്ഞ് നീ പാത്രങ്ങളൊക്കെ കഴുകി കൊടുത്തിട്ട് വന്നിരിക്കണേ? അത് എന്നെ കൊണ്ട് അവിടുന്ന് കൊണ്ടുവന്ന കുറെ പാത്രങ്ങൾ ചാക്കിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി ഷെൽഫിലൊക്കെ വെക്കണം. ഒരാളുണ്ടെങ്കിൽ പറയുന്നു പറഞ്ഞു. എനിക്കിവിടെ അടുത്ത് അറിഞ്ഞവനെ കൊണ്ടൊക്കെ പറഞ്ഞ ആരും കിട്ടിയില്ല. ശരി, ഞാൻ പച്ചക്കറി വെക്കാൻ അങ്ങനെ കുറച്ച് അപ്പുറത്ത് പോവില്ലേ, അവിടെ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് നീ പോയി അതൊക്കെ കഴുകി കൊടുത്തിരിക്കണേ. അല്ല ചേച്ചി, ഇനിയിപ്പോ അല്ലെങ്കിൽ അഡ്വാൻസ് തന്നില്ലെന്നും പറഞ്ഞാൽ അവർക്ക് ഞങ്ങളുടെ മേലെ ഒരു ദേഷ്യവാ. ഇനിയിപ്പോ ഇതും കൂടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ദേഷ്യത്തില് വീട് കാലി ചെയ്യാൻ പറയുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തത്. അയ്യോ, എന്തിനാ മോളെ ഇതൊക്കെ ചെയ്യാൻ? നീ എന്താ അവർക്ക് എന്ത് വേലക്കാരിയാണോ? ഇനി അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ആ ശരി ചേച്ചി, ഇനി ചോദിച്ചാ അങ്ങനെ പറയാം. നീ അവിടെ പോയി പാത്രങ്ങളൊക്കെ കഴുകി കൊടുത്ത കാര്യം ഷമീർ കുട്ടനെ അറിയോ? അയ്യോ ഇല്ല ചേച്ചി, അറിയില്ല. അതുമാത്രം അറിഞ്ഞാ പിന്നെ ഏട്ടൻ ഒരുപാട് ദേഷ്യപ്പെടും. ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളതൊന്നും പറയണ്ടാട്ടോ. ഇല്ലല്ല, ഞാൻ പറയില്ല. എന്തായാലും അറിഞ്ഞാൽ ഷമീർ കുട്ടൻ ഒരുപാട് ദേഷ്യപ്പെടും. ശരി, നീ ഇപ്പൊ ചെയ്തത് പോട്ടെ. ഇനി ആ പെണ്ണ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ നീ ഒന്നും ചെയ്തു കൊടുക്കാനൊന്നും നിക്കണ്ടാട്ടോ. ആ ഇല്ല ചേച്ചി, ഇനി ഞാൻ ഒന്നും ചെയ്തു കൊടുക്കില്ല. ഇവൾക്കെന്ത് ഭ്രാന്താണോ? ഇവളെന്തിനാ അവന്റെ വീട്ടിൽ പോയി പാത്രങ്ങളൊക്കെ കഴുകി കൊടുത്തിട്ട് വന്നിരിക്കണേ? എന്നിട്ട് ഇത്ര നേരമായിട്ടും ഈ കാര്യം നമ്മളെ കൊണ്ട് പറഞ്ഞിട്ട് പോലുമില്ല. ഇവളെ എന്ത് ചെയ്യണം?